നമ്മളെ കണ്ണിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ കണ്ണ് ജസ്റ്റ് ഒന്ന് അടയ്ക്കുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് അക്വ കളറിന്റെ ഒരു ഡസ്കി ബ്ലൂ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മളിത് തിരിച്ച് നമ്മൾ സൊല്യൂഷൻ കിറ്റിന്റെ അകത്തോട്ട് ഇടുന്നത്. പിന്നെ മെയിനായിട്ട് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, നമുക്ക് കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് ഉറങ്ങാം. ജസ്റ്റ് ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ വരും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സ്പെക്സ് വെക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും സ്പെക്സ് വെക്കുന്ന ആൾക്കാർക്ക്, അതായത് സ്പെക്സ് വെച്ച് ബുദ്ധിമുട്ടുണ്ട്, അവർ സ്പെക്സിൽ നിന്നും എന്തെങ്കിലും ഒരു മോചനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പവർഡ് ഗ്ലാസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ, എന്നാൽ നിങ്ങൾക്കായിട്ട് ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളെപ്പോലെ ഞാനും 7th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ പവർഡ് ഗ്ലാസ് യൂസ് ചെയ്ത ഒരാളാണ്. അപ്പം എനിക്കും നിങ്ങളെപ്പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പവർഡ് ഗ്ലാസ്സിൽ നിന്നും കോണ്ടാക്ട് ലെൻസിലോട്ട് മാറിയത്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമുക്ക് ബിഗിനേഴ്സിന് പ്രോപ്പറായിട്ട് കോണ്ടാക്ട് ലെൻസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നും കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഉള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് അക്വ കളറിന്റെ ഒരു ഡസ്കി ബ്ലൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡുള്ള ഒരു കോണ്ടാക്ട് ലെൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കോണ്ടാക്ട് ലെൻസ് പർച്ചേസ് ചെയ്തത് എൻ്റെ വീട്ടിനടുത്തായിട്ടുള്ള ലെൻസ് കാർട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. അപ്പം നമ്മൾ ഇത് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടാക്ട് ലെൻസിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള പവർ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ആക്യുറേറ്റ് ആയിട്ടുള്ള പവർ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ കോണ്ടാക്ട് ലെൻസ് ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, നമുക്ക് ബിഗിനേഴ്സിന് പ്രോപ്പർ ആയിട്ട് ആദ്യത്തെ തവണ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയും കാര്യങ്ങളുമാണ്. കാരണം കണ്ണിലായതുകൊണ്ട് അത്രയും സെൻസിറ്റീവ് ഏരിയയിൽ നമുക്ക് എങ്ങനെ കോണ്ടാക്ട് ലെൻസ് ഡയറക്റ്റ് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം, അപ്പൊ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് കോണ്ടാക്ട് ലെൻസ് എങ്ങനെ യൂസ് ചെയ്യാം, കണ്ണിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ പറയുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കോണ്ടാക്ട് ലെൻസ്. അപ്പൊ ഞാൻ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു 1000 രൂപയ്ക്കകത്തായിട്ടാണ് ഈ ഒരു ലെൻസ് വരുന്നത്. അപ്പം ഇതിന് റേറ്റ് അനുസരിച്ച് നമുക്ക് ചോയ്സ് ചെയ്ത് നമ്മൾ ഇഷ്ടമാണ്. പല പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ട്രാൻസ്പെറന്റ് വേണം എന്നുള്ള ആൾക്കാർക്ക് ട്രാൻസ്പെറന്റ് അവൈലബിൾ ആണ്. അപ്പൊ എന്റെ പവർ എന്ന് പറയുന്നത് എനിക്ക് 4.75 ആണ് എന്റെ പവർ വരുന്നത്. അപ്പം നിങ്ങളുടെ പവർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ ഈ ഡയറക്റ്റ് നമ്മൾ ഷോപ്പിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സിനകത്ത് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. അല്ല ഇപ്പൊ നമ്മൾ ലെൻസ് കാർട്ട് പോലത്തെ ഉള്ള അവിടെ പോവുകയാണെങ്കിൽ 3 to 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്രാൻഡിൻ്റെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. സെയിം ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു പാക്ക് പൊട്ടിക്കുമ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ലെൻസ് വരുന്നത്, നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി സൊല്യൂഷൻ ഉണ്ട്, അത് സിംഗിൾ ടൈം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഓരോ തവണ യൂസ് ചെയ്യുന്ന നേരത്തും നമ്മൾ സൊല്യൂഷൻ അല്ലാണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കണം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബയോട്രൂ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ വാങ്ങിക്കുമ്പം ആ ഒരു പാക്കറ്റിന്റെ കൂടെ നമുക്ക് സൊല്യൂഷൻ ഡിപ്പ് ചെയ്യാനുള്ള ഒരു കിറ്റും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കിറ്റ് കിട്ടും. അപ്പം നമ്മൾ അതിന് ആദ്യമായിട്ട് ആ കിറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് സൊല്യൂഷൻ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സൊല്യൂഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട് ലെൻസ് നമ്മൾ ഓരോ തവണ യൂസ് ചെയ്തതിന് ശേഷവും ഇതുപോലെ സൊല്യൂഷൻ്റെ അകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ നമ്മളെ നമ്മളെ കൺമഷിയിലുള്ള പൊടിയും ഡസ്റ്റും കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓരോ തവണ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ സൊല്യൂഷൻ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇനി നമുക്ക് ഇത് നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പം എൻ്റെ കണ്ണിൽ ഞാൻ ലെൻസ് റിമൂവ് ചെയ്തൊക്കെയാണ്. എൻ്റെ പവർ എന്ന് പറയുന്നത് 4.75 ആണ് ബോത്ത് ഐ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റും ലെഫ്റ്റും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഇപ്പം റൈറ്റ് ഐയിൽ ഒരു പവറും ലെഫ്റ്റ് ഐയിൽ വേറൊരു പവറും ആണെന്നുണ്ടെങ്കിൽ ഏത് കണ്ണിലാണോ പവർ ഉള്ളത് അതേ ലെൻസ് തന്നെ ആയിരിക്കണം ഈ ഒരു ബോക്സിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കാൻ. നമുക്ക് ഒരിക്കലും ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ലെൻസ് എടുത്ത് ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇടാൻ പാടില്ല. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഞാൻ ലെൻസ് ഇടാൻ പോകണം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ കണ്ണിലെ റൈറ്റ് സൈഡിലുള്ള ലെൻസ്, ഇത് ലെഫ്റ്റ് സൈഡിലെ ലെൻസ്. അപ്പം ഞാൻ കണ്ണിൽ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പം കണ്ണിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് കോണ്ടാക്ട് ലെൻസ് വളരെ സെൻസിറ്റീവ് ആണ്. കണ്ണിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നോടിയായിട്ട് 2 കൈകളും നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാകും. അതൊരിക്കലും മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 2 കൈയും നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഇതിൽ നിന്നും നമ്മൾ കോണ്ടാക്ട് ലെൻസ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മളിങ്ങനെ വെക്കുക. നമ്മളെ കയ്യിൽ എടുത്തതിന് ശേഷം നമ്മൾ 1-2 ഡ്രോപ്സ് സൊല്യൂഷൻ വീത്തി കൊടുക്കുകയാണ്. അത് വീത്തിയതിന് ശേഷം ക്ലോക്ക് വൈസിലും
ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സൊല്യൂഷൻ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാ ഡസ്റ്റും പോകണം എന്നില്ല. അപ്പം നമ്മൾ ഇടുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഈ സൊല്യൂഷൻ കൊണ്ട് ഒന്നും കൂടി നമ്മളൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഈ ഒരു രീതിക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ നിന്ന ശേഷം നമ്മൾ നേരെ നമ്മളെ കണ്ണിൻ്റെ നമ്മൾ കണ്ണിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ കണ്ണ് ജസ്റ്റ് ഒന്ന് അടയ്ക്കുക. ഓക്കെ, ഞാനിത് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് എനിക്ക് കണ്ണിൽ നിന്ന് പ്രത്യേകിച്ച് വെള്ളവും കാര്യങ്ങളൊന്നും വരാത്തത്. പിന്നെ നിങ്ങൾ ആദ്യത്തെ തവണ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഇറിറ്റേഷൻ കാര്യങ്ങളുണ്ടാകും. അതൊരു 2 to 3 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ ബാക്ക് ടു നോർമൽ ആവും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇടണം. ആദ്യമായിട്ട് ഇടുന്നതാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കണ്ണിലോട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മേക്കപ്പ് ഇട്ടതിന് ശേഷം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. അപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളും ചെക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പം ഞാൻ നെക്സ്റ്റ് ഈ ഒരു കണ്ണിലും കൂടി അതെങ്ങനെ ഇടണമെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാനിപ്പോൾ കുറച്ച് മുന്നേ ഈ സൈഡിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് എൻ്റെ റൈറ്റ് സൈഡിലുള്ള. ഇനി ഞാൻ ഈ സൈഡിലുള്ള എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കോൺടാക്ട് ലെൻസാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് എടുക്കുക. നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, കോൺടാക്ട് ലെൻസ് ഇങ്ങനെ വേണം കിടക്കാനുള്ളത്. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്നോ രണ്ടോ 3 ഡ്രോപ്സ് എടുക്കുക. ഓക്കെ, ഇതിനി ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇതിങ്ങനെ ഒരു 2 തവണ ഇങ്ങനെ ചെയ്യണം. ചെയ്യുമ്പോൾ ഇങ്ങനെ 2 വട്ടം ചെയ്യുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്ന് നമ്മൾ ഐലൈനർ പോലത്തെ അല്ലെങ്കിൽ മസ്കാര അതിൻ്റെയൊക്കെ പൊടി നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ആയി കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ നമ്മുടെ ഇവിടെ നിന്നും ഇതിങ്ങനെ എടുക്കുക. അപ്പം ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ വരും. എന്നിട്ട് ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് കണ്ണിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തു, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തു. നമുക്ക് നോക്കാം. സിമ്പിൾ. ഓക്കെ, അപ്പം ഇതുപോലെയാണ് കോൺടാക്ട് ലെൻസ് നമ്മൾ ആദ്യമായിട്ട് വെക്കുന്നത്. ആദ്യമായിട്ട് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, സ്വാഭാവികം. ഒരു 1 വീക്കൊക്കെ ആകുമ്പം ബാക്ക് ടു നോർമലായിട്ട് നമ്മൾക്ക് ആസ് യൂഷ്വൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പം കുറച്ച് വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യണം. മാക്സിമം നമുക്ക് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 hours ഒക്കെ വെക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരിക്കലും ഇത് 8 hours കൂടുതൽ വെക്കാൻ പാടില്ല. മാക്സിമം ഒരു 6 to 7 hours നമുക്കിത് വെക്കാം. പിന്നെ ഡെയിലി ഡിസ്പോസിബിൾ ആയിട്ടുള്ള ലെൻസും അവൈലബിൾ ആണ്, മന്ത്ലി ഡിസ്പോസിബിൾ ആയിട്ടുള്ള ലെൻസും അവൈലബിൾ ആണ്, ഇയർലി ഡിസ്പോസിബിൾ ആയിട്ടുള്ള ലെൻസും അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് മന്ത്ലി ആണ്. അപ്പം 1 month ആണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴാണോ നമ്മൾ ഈ പാക്ക് പൊട്ടിക്കുന്നത്, പാക്ക് പൊട്ടിച്ച് 1 month ആകുമ്പം ഇതിന് എക്സ്പയറി ആവും. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ബ്രാൻഡിലും അതായത് മന്ത്ലി, ഇയർലി, ക്വാർട്ടർലി അങ്ങനെ പോകുന്ന ഓരോന്നിനും പേയ്മെന്റ് ഡിഫറൻസ് ആണ്. ഒന്നിനും സെയിം ആയിട്ടുള്ള പേയ്മെന്റ് ആയിരിക്കില്ല. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇപ്പം എങ്ങനെയുണ്ട്, ഇതുപോലെയാണ് നമുക്ക് എപ്പോഴും നമ്മൾ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് റിമൂവ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. സിമ്പിളാണ്. 2 കൈകളും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കുക. ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഏത് കിറ്റിലാണോ ആദ്യം ഇടാൻ പോകുന്നത്, ഏത് സൈഡാണോ, ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ വരും. നമ്മളെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ ഓരോ തവണയും നമ്മളിത് മാറ്റുന്നതിനനുസരിച്ച് സൊല്യൂഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഫുൾ ടൈം ഇതിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഹൈജീനാണ്. സിമ്പിളായിട്ട് ഇളക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മളിത് തിരിച്ച് നമ്മൾ സൊല്യൂഷൻ കിറ്റിൻ്റെ അകത്തോട്ട് ഇടുന്നത്. ശ്രദ്ധിക്കുക. അപ്പം ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ സൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവണം. പിന്നെ ഈ അറ്റമൊന്നും, ഇതിൻ്റെ ഈ ലെൻസിൻ്റെ എഡ്ജൊന്നും നമ്മൾ ഈ സൈഡിൽ വച്ച ശേഷം നമ്മളിങ്ങനെ അടപ്പിട്ട് അടയ്ക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ ലെൻസിൻ്റെ എഡ്ജ് എങ്ങാനും ഇച്ചിരി പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കോൺടാക്ട് ലെൻസ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കുന്നത് നല്ല സേഫ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും തോന്നുന്നൊരു ഡൗട്ടാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്നുള്ളത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സ്പെക്സ് വെക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ചില ആൾക്കാർക്ക് സ്പെക്സ് വെക്കുമ്പം തലവേദന, തലകറക്കം, കുറച്ച് പ്രോബ്ലംസ് കാണും. അപ്പം ഇത് വെക്കുമ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ
നമ്മുടെ വർക്കിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഇപ്പം 6 മണിക്കൂർ കൂടുതൽ നമ്മൾ കോൺടാക്ട് ലെൻസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലെൻസ് ഇട്ട ശേഷം നമ്മൾ കണ്ണൊന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഡ്രൈ സൊല്യൂഷൻ കിട്ടും, ഐ ഡ്രോപ്സ് കിട്ടും. അതൊന്ന് 1-2 ഡ്രോപ്സ് ഒന്ന് യൂസ് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിലില്ല, കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് കാണിച്ചു തരുന്നത്. നമ്മൾ എവിടെയാണോ നമ്മൾ ഇത് ലെൻസ് പർച്ചേസ് ചെയ്യുന്നത് അവിടെ തന്നെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതെന്ന് പറയുന്നത് കോൺടാക്ട് ലെൻസ് ഡയറക്റ്റ് നമ്മുടെ കൃഷ്ണമണിയുടെ ഫ്രണ്ടിലാണ് കോൺടാക്ട് ലെൻസ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം പൊടിയോ കാര്യങ്ങളോ നമ്മുടെ കണ്ണിൽ ഡയറക്റ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊടി നമ്മളെ കണ്ണിലെ ലെൻസിൽ തട്ടുവാണെങ്കിൽ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചൂടുള്ള സമയത്ത് ഒരുപാട് ഓവറായിട്ട് വെയിൽ കൊള്ളുമ്പം കണ്ണ് പെട്ടെന്ന് ഡ്രൈ ആവും. പിന്നെ ഇതുപോലെ ഫയറിന്റെ അടുത്തൊക്കെ നമുക്ക് ഓവറായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അത് അങ്ങനെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു സിലിക്കോൺ ടൈപ്പ് പോലത്തെ സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓവറായിട്ട് നമുക്ക് ഇതുപോലത്തുള്ള സംഭവങ്ങളിൽ നിന്ന് നമ്മളൊന്ന് സ്കിപ്പ് ചെയ്ത് നിൽക്കാൻ നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ മെയിനായിട്ട് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, നമുക്ക് കോൺടാക്ട് ലെൻസ് വെച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഉറങ്ങാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഉറങ്ങാൻ പറ്റും, പക്ഷെ ആ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് ലെൻസുമായിട്ട് ഒട്ടിപ്പിടിക്കുകയും ഡ്രൈ ആവാനും സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളതിന് പേടിക്കൊന്നും വേണ്ട. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളെ കണ്ണിൽ നിന്നുള്ള ലിക്വിഡ് ഫോം ആകുമ്പോൾ ബാക്ക് ടു നോർമൽ ആവും. പിന്നെ മാക്സിമം ഞാൻ ഉറക്കാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം ഞാൻ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നത് വർക്കിംഗ് ടൈമിൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അവേഴ്സ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ 8 അവേഴ്സിന് കൂടുതലുള്ള ഇപ്പം 10 അവേഴ്സ് ഇപ്പം 50 അവേഴ്സ് ഒക്കെ ഉള്ളത് മാർക്കറ്റിൽ കാണുമായിരിക്കും. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് മാക്സിമം 8 അവേഴ്സ് ഉള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പേയ്മെന്റ് കൊടുത്താൽ നല്ലൊരു ബ്രാൻഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും സ്പെക്സ് വയ്ക്കുന്ന ആൾക്കാർക്ക്, അതായത് സ്പെക്സ് വെച്ച് ബുദ്ധിമുട്ടുണ്ട്, അവർ സ്പെക്സിൽ നിന്നും എന്തെങ്കിലും ഒരു മോചനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.